ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് റോബറി ബൂബ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗെയിം വന്നിട്ടുണ്ട്. നമ്മുടെ ബൂബ് ജയിലിലിരിക്കുവാണ്. അതേ പിറ്റി കൂടെ വരച്ചുകൊണ്ടിരിക്കുന്നു, ദിവസം എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ ആരോ കത്തി കൊണ്ട് കൊടുത്തു. ആ കത്തി കൊണ്ട് ജയിലിൻ്റെ കമ്പി മുറിച്ച് പുറത്തേക്ക് കഴിയും. അപ്പോൾ ആലോചിക്കുക, ഈ കത്തി ആരാ കൊടുത്തത്? ഒരാളുടെ കാല് കാണാം. ഈ പുള്ളിയാ രക്ഷിച്ചത്. അപ്പോൾ രക്ഷിച്ചതിന് അവരായിട്ട് പൈസ കൊടുക്കുക. അപ്പോൾ നമ്മളതിനെ കുറച്ച് ലെവൽ കളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതറിയാവുന്നത്. നമ്മളൊരു വീടിൻ്റെ അടുത്ത് നിന്നു. എന്തോ വലിയ കാര്യം കൊണ്ടാ കൊടുക്കണം എന്നാ പറയണത്. നമുക്ക് വീട്ടിൽ കയറി നമുക്ക് മോഷ്ടിക്കാം. മോഷ്ടിച്ചിട്ടുണ്ട്. 10 ലെവല് കംപ്ലീറ്റ് ആയി. 4 സെക്കൻഡ് എടുത്തോളൂ ജയിക്കാനായിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ ലെവലിലേക്ക് പോവാം. ഐറ്റംസ് ആൻഡ് അപ്ഗ്രേഡ്സ്. നമുക്ക് ഓരോ ഐറ്റംസ് ഈ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേക്കണേ. മോഡിഫിക്കാന്നാണ് കിട്ടിയത്, അതുകൊണ്ട് ഫോണിൽ ഉപയോഗിക്കുന്നവരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല ഗൈസ്, കോയിൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത്. അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. നോബഡി ഹോം. ഏതോ ഉപേക്ഷിക്കപ്പെട്ട വീടാന്ന് തോന്നുന്നു. നമുക്ക് സംസാരിക്കാനുള്ള സ്കിപ്പ് ചെയ്ത് കളയാം. നമ്മൾ ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ നോക്കിയിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയത്തില്ല. പ്ലാസ്റ്റിക് ഫോർക്ക്. നമ്മൾ മെയിനായിട്ട് മോഷ്ടിച്ച ഒരു ജ്വല്ലറി ബോക്സ് ആണ്. നമ്മൾ 17 സെക്കൻഡ് എടുത്താണ് ജയിച്ചത്. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. ഇനിയാണ് ഗൈസ് വില്ലന്മാർ വരാൻ പോണത്. കണ്ടില്ലേ ഗൈസ്, ഒരു അമ്മൂമ്മ അതിൽ നടന്നു പോകും. ആ വെട്ടത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മളെ അതൊരു ചപ്പാത്തി വരുത്തണ പല കൊണ്ട് തല്ലാൻ വരും. ചപ്പാത്തി വരുത്തണ പോലെ. നമ്മൾ TV റിമോട്ട് മോഷ്ടിച്ചു. ഇന്നലത്തെ ന്യൂസ് പേപ്പർ കത്തിച്ച് കളയാനാന്ന് തോന്നുന്നു. ഇവിടെ സ്പീഡ് കൂട്ടാനുള്ള സ്ഥലമൊക്കെയാണ് കേട്ടോ. നമ്മൾ അമ്മൂമ്മയുടെ വെപ്പ് പോലെ മോഷ്ടിച്ചു. കണ്ടില്ല ഗൈസ്, ഇവിടെ ഉള്ളവരെ പറ്റിക്കാനിപ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്തും അമ്മൂമ്മ തന്നെയുള്ളത് ഈ ലെവലിലും. കണ്ടില്ലേ, ഇപ്പോൾ വെട്ടമില്ല. നേരത്തെ ആ വെട്ടത്തിനകത്ത് വീണായിരുന്നു നമ്മളെ പിടിക്കുള്ളൂ. അപ്പോൾ വെട്ടമൊന്നും ഓൺ ചെയ്തിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ മുട്ട സീന. കണ്ടില്ലേ, പുള്ളിക്കാരത്തറ മുന്നേ നടന്നു നോക്കി തന്നെ കണ്ടില്ല. ഈ ലെവലിൽ ജയിച്ചു. ഇത് 18 സെക്കൻഡ് എടുത്ത് ജയിച്ചു ഈ ലെവല്. അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകണം. മേക്കിംഗ് നോയ്സ്. ശബ്ദം ഉണ്ടാക്കുന്നു. നമ്മളൊരു ട്രോഫി മോഷ്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബോളിംഗ് ട്രോഫി. നമ്മളെ ബോളിംഗ് എന്ന് പറഞ്ഞൊരു മത്സരമില്ലേ, അതിൻ്റെ ട്രോഫി. ഇതിന് എല്ലാ പ്രാവശ്യവും ഇന്നലത്തെ ന്യൂസ് പേപ്പർ മോഷ്ടിക്കണത്. ആക്രിക്കാർക്ക് വിൽക്കാനാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബോളിംഗ് ട്രോഫി മോഷ്ടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിക്ചർ. എല്ലാ ആക്രിയാണ് മോഷ്ടിക്കണത്. അതിനടുത്ത് മാത്രം നല്ല സാധനങ്ങൾ മോഷ്ടിക്കും. നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം അതാണ് നല്ലത് മോഷ്ടിക്കുന്നത്. ബാക്കി എല്ലാ ആക്രി സാധനങ്ങളാണ് മോഷ്ടിക്കുന്നത്. സൂപ്പർ വില്ലൻ. ഏത് സൂപ്പറായിട്ടുള്ള വില്ലൻ? ഇതിൽ സൂപ്പറായിട്ടുള്ള വില്ലന്മാരൊന്നും ഇല്ല അല്ലേ. കണ്ടോ, ഇവൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിപ്പിച്ചിട്ട് നമ്മളെ പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കും. അതാണ് ദേവന്മാരുടെ ജോലി. അവന്മാർ സൂപ്പർ വില്ലന്മാരൊന്നുമല്ല. സൂപ്പർ ബോബ് ആക്ഷൻ ഫിഗർ. അതാണ് നമ്മൾ മോഷ്ടിച്ചത്.
എല്ലാ ഈ പാവ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ മോഷ്ടിക്കണത്. മെയിനായിട്ടുള്ള ഐറ്റം മാത്രമുണ്ട് നല്ല സാധനങ്ങൾ. അപ്പോൾ ഈ ലെവൽ നമ്മൾ ജയിച്ചു. സൂപ്പർ വില്ലൻ എന്ന് പറഞ്ഞ ലെവൽ കഴിഞ്ഞു. ഇനി ബോബ് ഇൻ ബോക്സ്. ഇനി ബോബ് ബോക്സിനകത്തെന്ന് പറഞ്ഞ ലെവലാണ് കളിക്കുന്നത്. ഓക്കെ, നമുക്ക് സംസാരിക്കാതെ സ്കിപ്പ് ചെയ്ത് കളയാം. ഈ ലെവലൊക്കെ ഞാൻ മുമ്പ് കളിച്ചിട്ടുണ്ട്. സംതിങ് സ്റ്റിക്കിയൊക്കെ നമ്മൾ മോഷ്ടിച്ചു. കീ ചെയിൻ. അപ്പോൾ വീണ്ടും ആക്രി പറക്കാൻ നടക്കുക. അല്ല, ഈ ഓറഞ്ച് കോട്ടിലെ പുള്ളിക്ക് ആക്രി എല്ലാം കൊണ്ടുപോയി എന്നാ ചെയ്യാനാണെന്ന് അറിയില്ല. പേപ്പർ വർക്ക്. ഈ ലെവലിലൊരു പോലീസുണ്ട്. ഇൻവെസ്റ്റിഗേറ്റ് ഓപ്പൺ ഡോർസ്. അപ്പം നമ്മളതിൽ കഥ തുറന്നിട്ടുവാണെങ്കിൽ പോലീസുകാർ അവിടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. നല്ല ഒരു മെരിഞ്ഞ കോല് പോയിരിക്കുന്ന പോലീസ്. ഇവരെയൊക്കെ പറ്റിക്കാൻ എളുപ്പമാണ്. ഡൈവേഴ്സ് പേപ്പേഴ്സ് ഒക്കെ എന്നെ കാണിക്കാനാ? പെട്ടെന്ന് കൊണ്ടുവരാൻ പറയണം. ഞാനൊക്കെ വട്ടം ഉണ്ടോന്ന് അറിയത്തില്ല. ഡൈവേഴ്സ് പേപ്പർ കണ്ടോ? കഥ തുറന്നിരിക്കുന്ന കാണുമ്പോ അവിടെ വന്ന് നോക്കണത്. ഈ കഥന്റെ പുറത്തിൽ വിളിച്ചിരിക്കാം നമുക്ക്. കണ്ടോ? പൊട്ടൻ ഈസി ആയിട്ട് പറ്റിച്ചു. ആ ഓറഞ്ച് കൂട്ടിട്ട പുള്ളിക്ക് എന്തോ വട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്രി പറക്കാൻ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം എങ്ങാണ്ട് പോയാൽ ജ്വല്ലറി ബോക്സ് മോഷ്ടിച്ചു. ബാക്കിയല്ല ആക്രിയാണ് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എന്താ എല്ല് പോലെ ഇരിക്കണ പോലീസ് നിൽക്കണം. കഥ തുറന്നിട്ട് നമുക്ക് ഇവരെ പറ്റിക്കാൻ പറ്റും. കണ്ടോ? ഇനി നമ്മൾ ഈല പോവും. കണ്ടോ? പൊട്ടൻ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റണം അവരെ. ഇവിടെ നമ്മുടെ അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ വരുന്നതിന് പ്രോടാം. അമ്മൂമ്മ വന്നില്ല. അമ്മൂമ്മയ്ക്ക് കഴിയില്ല. ചേട്ടാ അങ്ങോട്ടൊന്ന് നോക്കിയേ. ഓക്കെ, വൈറ്റ് സീകൾ എന്ന് പറഞ്ഞ ലെവൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലെവല് കീ ടു ഹർ ഹാർട്ട്. ഹൃദയത്തിലേക്ക് താക്കോലം. സംസാരമൊക്കെ സ്കിപ്പ് ചെയ്യാം. അല്ല ഗൈസ്, ഇവിടെ ഒരു താക്കോലുണ്ട്. ഈ മുറി കൂട്ടിയിട്ടൊക്കെ താക്കോല് ഉപയോഗിച്ച് നമ്മൾ തുറക്കണം. ഈ നോട്ട് പാഡ്, ടി വി റിമോട്ട് എന്തിനാണെന്ന് മനസ്സിലാവണില്ല. തൊപ്പിക്കാരൻ അടുത്തോടെ പോയാലും കാണത്തില്ല. അതാണ് ഏറ്റവും വലിയ. ഫോൺ നമ്പർ പോയി. ഇതൊക്കെ എന്തിന്? ദൈവത്തിനറിയാം. ഇവിടെ നമ്മുടെ അമ്മൂമ്മയുണ്ട്. അപ്പം നമ്മൾ ഈ ലെവലും ജയിച്ചു. ടു ഹാവ് ഹാർട്ട് എന്ന് പറഞ്ഞത്. ഇനി മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ്. ഇതിൽ വേറൊരു പോലീസ് വരുന്നുണ്ട്. തൊപ്പിയുണ്ടോ? കണ്ടില്ലേ? പോന്നു. ഓക്കെ, ഇവിടെ നിൽക്കാം. ഇനി അങ്ങോട്ട് തിരിയുമെന്ന് അറിയത്തില്ല. ഇല പോയി ഇല്ല. അപ്പം കഥ തുറന്നിരിക്കുന്നുണ്ട്. നോക്കാൻ പോയപ്പോ തൊപ്പിക്കാരൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലമുണ്ട്. അതാ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഈ തൊപ്പിക്കാരനെ പറ്റിക്കണം. ഗൈസ്, നമുക്കിവിടെ ഒളിച്ചിരിക്കുക. നമ്മുടെ ഇവൻ കള്ളം തന്നെയല്ല, നിഞ്ചയും കൂടെയാ. ഇവന് കക്കൂസിൽ ഒളിച്ചിരിക്കാനുള്ള കഴിവുണ്ട്. എല്ലും കോലാപ്പി മച്ചാൻ അവനുണ്ട്. പുള്ളിക്കാരൻ അവിടെ കഥ തുറന്നിരിക്കുന്നതിനാ നോക്കാൻ പോവാ.
അല്ല ഗൈസ്, ഇതിലെ പോലീസെല്ലാം പൊട്ടന്മാരാ. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ നൈസായിട്ട് ജയിച്ചിട്ടുണ്ട്. ഇനി ബോബ്സ് ബെസ്റ്റ് ഫ്രണ്ട്. അവിടെ ബോബിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോവാണ് നമ്മൾ. സംസാരം സഹിക്കാൻ പറ്റാത്തത്. അല്ല ഗൈസ്, പട്ടി. ഈ പട്ടിയുടെ പ്രശ്നം എന്താ വെച്ചാൽ പട്ടി നമ്മളെ പുറം വരും, കണ്ടത് പറിക്കുകയും ചെയ്യും. അത് കേട്ട് പോലീസുകാർ വരും. ഇപ്പം നമ്മൾക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് ആ പട്ടി പറയാൻ കേൾക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള ലെവലാണ്. അപ്പോൾ ഗൈസ്, ഇനി ആകെ 3 ലെവലും കൂടെ ഉള്ളൂ നമുക്ക് ജയിക്കാനായിട്ട്. ഈ ചാപ്റ്റർ തീർക്കാൻ ഇനി 3 ലെവലും കൂടെ ഉള്ളൂ. അല്ല, ഇവിടെ പട്ടി ഉറങ്ങി കിടക്കുന്നുണ്ട്. പട്ടീനെ പറ്റില്ല. ഈ ലെവൽ കളിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി എന്നാ ചെയ്യണം? അമ്മൂമ്മ കേട്ടു. ഇവിടെ അമ്മൂമ്മയുണ്ട്. പട്ടി ചുമ്മാ അയ്യോ അപ്പൊ നമ്മൾ പിടിക്കപ്പെട്ടു ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നോടം വരെ ബൈ.